കനത്ത മഴയിൽ കണ്ണൂർ മട്ടന്നൂരിൽ റോഡ് തകർന്നു. ഒരു കാർ മുങ്ങിപ്പോയി. മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലിയിലാണ് റോഡ് ഇടിഞ്ഞു പോയത്. സമീപത്തെ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. മട്ടന്നൂരിൽ കാറ് വെള്ളത്തിൽ മുങ്ങിപ്പോയി. കാറിലുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. വളരെ ലോങ് ഷോട്ടിൽ നിങ്ങൾക്കത് കാണാം, കാറ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. സജോ ദേവസ്യ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കണ്ണൂരിൽ വ്യാപകമായി അതിശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴ തന്നെയാണ് ജില്ലയുടെ എല്ലാ ഇടങ്ങളിലും ലഭ്യമാകുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒപ്പം മഴക്കെടുതികളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മട്ടന്നൂരിൽ ഒരു കാർ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അത് അല്പം വെള്ളക്കെട്ടുള്ള പാതയിലൂടെ ഓടിച്ചു പോയ കാറാണ് വെള്ളക്കെട്ടിൽ മുങ്ങുകയും പിന്നീട് ഒഴുകി നീങ്ങുകയും ചെയ്തത്. കാറിലുണ്ടായിരുന്ന 2 പേരും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറിയ റോട്ടിലൂടെയാണ്, അതായത് കൊട്ടാരം പെരിയത്ത് മട്ടന്നൂരിന് അടുത്ത സ്ഥലമാണ്, അതുവഴിയാണ് വലിയ വെള്ളക്കെട്ട്. നിരവധി പാതകളിൽ വെള്ളം കയറി കിടക്കുകയാണ്, വീടുകളിൽ വെള്ളം കയറി കിടക്കുകയാണ്. മിക്കവാറും പുഴകളും തോടുകളും ഒക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന നിലയാണ് ഉള്ളതൊപ്പം നായിക്കാലി, മട്ടന്നൂരിനടുത്ത സ്ഥലമാണ് നായിക്കാലിയിൽ മട്ടന്നൂർ ഇരിക്കൂർ റോഡിന്റെ ഒരു ഭാഗമാണ്. അവിടെ പുനർനിർമ്മാണം നടക്കുകയാണ്. അങ്ങനെ പുനർനിർമ്മാണം നടക്കുന്നതിന്റെ ഒരു ഭാഗത്ത് അവശേഷിച്ചിരുന്ന റോഡാണ് ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത്. ആ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് വലിയ തോതിലുള്ള അപകടകരമായ സാഹചര്യമുണ്ട്. അത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. സമീപത്തൊരു വീടുണ്ട്. ആ മണ്ണിടിച്ചിൽ വലിയ തോതിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്നൊരു ആശങ്കയുണ്ട്. ആ കുടുംബത്തെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എളയാവൂർ അടക്കമുള്ള മേഖല, മാതമംഗലത്ത് വലിയ തോതിൽ കൃഷിയിടത്തിലേക്കും വ്യാപകമായി വെള്ളക്കെട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്. വലിയ അതിശക്തമായ മഴ. ശ്രീകണ്ഠാപുരം പുഴയും വളവട്ടണം പുഴയും ഒക്കെ കരകവിയുന്ന സാഹചര്യമുണ്ട്. ജില്ലയെ സംബന്ധിച്ച് വ്യാപകമായി കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. 200ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു എന്ന കണക്കാണ്. അതായത് വലിയ തോതിലുള്ള നാശനഷ്ടം ഈ കനത്ത മഴയിൽ ജില്ലയിലെമ്പാടും ഉണ്ടായിരിക്കുന്നു. അപ്പം പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്ന വെള്ളം താഴേക്ക് ഒഴുക്കുന്നുണ്ട്. വളവട്ടണം പുഴയിലേക്ക് അടക്കം ആ വെള്ളം എത്തിച്ചേരും. അത് വളവട്ടണം പുഴയിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരാനിടയാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എളയാവൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ നിരവധി വീടുകളിൽ ഇതിനകം വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ച് മഴക്കെടുതിയും അതിൻ്റെ ഏറ്റവും രൂക്ഷമായ സ്ഥിതിയിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അവധി ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ജില്ലയിൽ എല്ലായിടത്തും ഈ നിലയ്ക്ക് വ്യാപകമായി മഴക്കെടുതി ദുരിതങ്ങൾ കാര്യമായി തന്നെ ദുരിതം പെയ്യുന്നു എന്ന് തന്നെ പറഞ്ഞാലും തെറ്റാവുകയില്ല. ഭാഗ്യം കൊണ്ടാണ് ഈ മട്ടന്നൂരിൽ കൊട്ടാരം പെരിയത്ത് മുങ്ങിപ്പോയ കാറിലുണ്ടായിരുന്ന 2 പേർക്ക് രക്ഷപ്പെടാനായത്. അവിടെയുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് അവരെ സഹായിച്ചു. 2 പേരും പുറത്തേക്ക് വന്നത് കർണാടക രജിസ്ട്രേഷൻ കാറാണ്. അത് എന്തിനാണ് അതുവഴി യാത്ര ചെയ്തത് എന്ന സംബന്ധിച്ച് വ്യക്തതയില്ല. അങ്ങനെ മഴക്കെടുതി വ്യാപകമാണ്. മിക്കവാറും ഇടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ട്. നിരവധി റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കക്കാട് പുഴ കരകവിഞ്ഞിട്ടുണ്ട്. വളവട്ടണം പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നത്. ഞാൻ നിൽക്കുന്നത് ചെറുപുഴയിലാണ്. ചെറുപുഴ തോടും അടക്കം കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിശക്തമായ മഴ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ.